കൊച്ചി കോർണറിന്റെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഡ്രം സ്റ്റിക്ക് അല്ലെങ്കിൽ മുരിങ്ങയുടെ പൂ കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് മരത്തിന്ന് പറിച്ച് നമ്മളത് നന്നായി കഴുകി ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളകും തേങ്ങയും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് കടുകും 1/2 സ്പൂണ് ഉഴുന്നും ഒരു കൈപ്പിടി അരിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. എപ്പോഴും തോരൻ ഉണ്ടാക്കുമ്പോൾ ഉഴുന്നും അരിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത് നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് പൊട്ടണം. പിന്നെ ഇത് കരിയാണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും സവാളയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പച്ചമുളക് ചേർത്തേക്കണ കാരണം നമ്മൾ മുളക് പൊടി ഇതിനകത്ത് ആവശ്യമില്ല. എപ്പോഴും നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പം ഞാൻ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അരമുറി തേങ്ങയും ഞാൻ ഇട്ടിട്ടുണ്ട്. തേങ്ങ നല്ലതുപോലെ ഇടുക, അപ്പോഴാണ് തോരന് നല്ല രുചി ഉണ്ടാവത്തുള്ളൂ. തേങ്ങ ഇട്ട് നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ കഴുകി വെള്ളം ഊറാൻ വെച്ചേക്കുന്ന ഡ്രം സ്റ്റിക്കിൻ്റെ പൂവെടുത്ത് നമുക്കിന്നത്തെ ആഡ് ചെയ്യാം. നമുക്ക് ചീര ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. വെള്ളമൊന്നും ഇന്നത്തെ ചേർക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ബോൺ ഹെൽത്തിനും സ്കിൻ ടോണിനും ഹെയർ ഗ്രോത്തിനൊക്കെ പറ്റിയ അടിപൊളി സാധനമാണ്. മുരിങ്ങയുടെ പൂ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മുട്ട ആഡ് ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ചിക്കി വറുത്ത് മുട്ട ആഡ് ചെയ്യാം. ചിലർ ചീരയിൽ ആഡ് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ തന്നെ. എല്ലാവർക്കും ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കൊച്ചി കോർണറിൽ നമുക്ക് വീണ്ടും കാണാം.